എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷുവൊക്കെ കഴിയാറാകുമ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത്, പക്ഷെ സമയം കിട്ടിയില്ലെന്നേ, അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വിഷുക്കണി? ഞാനാണ് കേട്ടോ ഇത്തവണ കണി വെച്ചത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കണിയൊക്കെ വെക്കുന്നത്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഏട്ടന് നന്നായി ഇഷ്ടപ്പെട്ടു, നന്നായി തൊഴുകയും ചെയ്തു. ഏട്ടൻ എനിക്ക് വിഷു കഴിഞ്ഞിട്ടൊക്കെ തന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഞങ്ങൾ അത് കഴിഞ്ഞ് അമ്പലത്തിലേക്കൊക്കെ പോയായിരുന്നു. അടുത്ത് തന്നെ ഒരു കേരള ടെമ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി തൊഴുതു. അവിടെ നിന്ന് വിഷു കഴിഞ്ഞിട്ടൊക്കെ കിട്ടി. പിന്നെ സദ്യക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് ചിപ്സൊക്കെ മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഉണ്ടല്ലോ, എപ്പോഴും എനിക്കുള്ളൊരു പരാതിയായി, ഏട്ടൻ എനിക്ക് കുറി തൊട്ട് തരുമ്പോൾ ഭയങ്കര നീളത്തിൽ തൊട്ടുമായിരുന്നു. ഞാനാണെങ്കിൽ ഏട്ടന് നല്ല ഭംഗിയിൽ പതുക്കെ തൊട്ടുമായിരുന്നു എന്നൊക്കെ. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വഴി സൈഡിൽ തന്നെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അയ്യോ എനിക്ക് വിശക്കുന്നു, വാടി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ സദ്യക്കുള്ള ഓരോ സംഭവങ്ങളും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സദ്യ ഒറ്റയ്ക്ക് ഇത്ര ഉണ്ടാക്കുന്നത്. ഒരുപാടൊന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റാവുന്ന എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ സദ്യ ഉണ്ടാക്കി. ഭയങ്കര അടിപൊളി സദ്യയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മനസ്സും വയറൊക്കെ നിറഞ്ഞു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പായസം കുടിച്ചിട്ട് എൻ്റെ പൊന്നു ഭഗവാനെ, എനിക്ക് ആകെപ്പാട് കിളി പോയി, തലയ്ക്ക് മത്ത് പിടിച്ച് ഒരു അവസ്ഥയായിപ്പോയി. ഒരു 2 മണിക്കൊക്കെ ഞാനൊന്ന് കിടന്നിട്ട് ഒരു 6 മണി വരെ നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ. ആ മാതിരി ഭയങ്കരമായിട്ട് പായസത്തിൻ്റെ കിക്കായിപ്പോയി. പിന്നെ ഞങ്ങൾ അന്ന് രാത്രിയാണ് കേട്ടോ, ഇന്ന് രാത്രിയാണ് ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചത്. അന്ന് രാത്രി എന്നൊക്കെ പറയാനായിട്ട് തൊഴിൽ കഴിഞ്ഞ പോലെ. എടുത്ത ഫോട്ടോ വീഡിയോ എടുത്തേ.